കോതമംഗലത്ത് നിന്ന് മനോജാണ്. ചേട്ടാ, വൈദ്യുതി ബില്ലൊക്കെ കൂട്ടിയിരിക്കുകയാണല്ലോ, എന്താണ് പറയാനുള്ളത്? വൈദ്യുതി ബില്ല് കൂട്ടി അത് സാധാരണ ജനങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിത ചെലവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടിയത് ജനങ്ങൾക്ക് ഒരു ഇരുട്ടടിയായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് അത് വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരവസ്ഥയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും സർവ്വ മേഖലകളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവന്റെയും ഗവൺമെന്റ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഈ ഇരുട്ടടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇന്ന് നമുക്കറിയാം, തമിഴ്നാട്ടിൽ 200 യൂണിറ്റ് കറണ്ട് വരെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ചാർജ് സാധാരണക്കാരിൽ നിന്ന് ഒഴിവാക്കി അത്തരത്തില് ഇതിന് പരിഹാരം കാണാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് തമിഴ്നാട്ടില് 200 യൂണിറ്റ് വൈദ്യുതി ജനങ്ങൾക്ക് സൗജന്യമാണ്. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഈടാക്കുന്ന ഒരു സംസ്ഥാനം, അതും ജലവൈദ്യുതി പദ്ധതികൾ ഇഷ്ടം പോലെ കേരളത്തിലുള്ള സ്ഥിതിക്ക് ഒരു ചെലവുമില്ലാത്ത ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി വർധനവ് കേരളത്തിലെ സാധാരണക്കാരനെയും പട്ടിണിപ്പാവങ്ങളെയും വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു. ഈ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു വെള്ളാനയാണ്. വീണ്ടും അതൊരു KSEB, നമ്മുടെ KSRTC പോലെ ഉള്ള ഒരു സ്ഥാപനമായിട്ട് മാറാൻ പോകുന്നു. നിരവധി അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥയും മൂലം ഇന്ന് KSEB ഈ നാട്ടിൽ ജനങ്ങളെ കൊള്ളയടിച്ച് കേരളത്തെ പാപ്പരാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറി. നമ്മുടെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഇല്ലാത്തതാണ് ഈ തരത്തിലുള്ള ഒരു ജനങ്ങളുടെ മേലെ വീണ്ടും ഇരുട്ടടിയായിട്ട് ഈ ഒരു പ്രഹരമേൽപ്പിക്കുന്നത്. തീർച്ചയായും